ഇവിടെ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്, യാത്രക്കാരുണ്ട്. വയനാട്ടിലാണെങ്കിൽ എല്ലാ സീസണിലും ഇപ്പോൾ നല്ല നിലക്ക് ടൂറിസ്റ്റുകൾ വരുന്ന വരികയാണ്. അപ്പം അങ്ങനെയെല്ലാമുള്ള ഒരു സ്ഥലത്ത് ആളുകളുടെ സുരക്ഷയ്ക്കായി വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല എന്നതാണ് കാണാൻ കഴിയുന്ന കാര്യം. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിതീവ്ര മഴ വരാനിടയുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമല്ലോ. ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഈ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുകൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. അല്ലെ, കൂട്ടിയിട്ട മണ്ണിൻ്റെ ഉൾഭാഗത്തു കൂടെയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തു കൂടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും യഥാസമയം മണ്ണ് നീക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ജില്ലാ കളക്ടർ അധ്യക്ഷയായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ആ അതോറിറ്റിയുടെ യോഗം ജൂൺ 20 ചേരുന്നുണ്ട്. അപ്പോൾ മൺകൂനകളിലുള്ള അതിൽ നിന്നുള്ള മണ്ണിടിച്ചിലിന് സാധ്യത, മണ്ണൊലിപ്പ്, ചെളിയൊഴുക്ക് ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയായി മാറുമെന്നും ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അപകടകരമായ രീതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മണ്ണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി നീക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ താൽക്കാലിക സംരക്ഷണ നടപടികൾ എന്ന നിലക്ക് മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും തടയണമെന്നും ഈ യോഗം തുരങ്കപാത നിർമ്മാണ ഏജൻസിക്ക്, അതിൻ്റെ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടില്ല. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കാൻ സർക്കാർ എന്ന നിലക്ക് പ്രത്യേക നടപടികൾ ഇതിനു ശേഷം സ്വീകരിച്ചതായും കാണുന്നില്ല. ഇവിടെ പദ്ധതിയുടെ പൂർണ്ണമായ മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിനാണ്. ജൂൺ 25 പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ PWD ചീഫ് എഞ്ചിനീയർ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥതല
ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയും ഈ കൂട്ടിയിട്ട മണ്ണ് ശക്തമായ മഴയിൽ കുത്തിയൊഴുകി അപകടം സംഭവിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും നിർമ്മാണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ ഉറപ്പുവരുത്തേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്നത് കാണുന്നു. സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണ് സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ദുരന്ത നിവാരണ ആക്ടിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കാൻ തന്നെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 2 ആഴ്ച സമയമുണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഈ ദുരന്തം നടന്ന സാഹചര്യത്തിൽ ആ വീഴ്ച ഗൗരവമായി കാണും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടിയിരുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വീഴ്ച വരുത്തുകയുണ്ടായത്. മാത്രമല്ല, ഏകോപനത്തിന് വലിയ തോതിലുള്ള തകരാറുകൾ സംഭവിക്കുന്നതായിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, വിവിധ വകുപ്പുകളും മന്ത്രിമാരും തമ്മിൽ തന്നെ ഏകോപനത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ കുറവുകൾ കാണും.